നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് GST ബേസിക് ടു അഡ്വാൻസ് കോഴ്സിന്റെ പാർട്ട് 2 ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് GSTR1, GSTR2 എന്താണ്, GSTR3B എന്താണ്, ITC എന്താണ്, ഇതിനെ കുറിച്ചിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് GSTയുടെ സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ആ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, ടാലിയിൽ എങ്ങനെയാണ് നമ്മുടെ GST സെറ്റിങ്സ് എനേബിൾ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്, നമ്മൾക്ക് GSTയുടെ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ GST എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഗേറ്റ് ഓഫ് ടാലിയിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ സെലക്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സിൻ്റെ അടിയിൽ GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ ഒന്നും കൂടി എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണിക്കും GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. ഇവിടെയാണ് നമ്മളുടെ കമ്പനിയിലെ GSTയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഏതിലാണ് ക്രിയേറ്റ് ചെയ്താൽ ആ സ്റ്റേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. രജിസ്ട്രേഷൻ ടൈപ്പിൽ ഇവിടെ നമുക്ക് റെഗുലറും ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കോമ്പോസിഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡീലർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ റെഗുലർ ഡീലറിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ റെഗുലർ ഡീലറിലേക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. അസസി ഓഫ് അതർ ടെറിട്ടറി, നമ്മൾ വേറെ വല്ല കേന്ദ്രഭരണ പ്രദേശത്തിലാണോ, അപ്പോൾ നമ്മൾ അല്ല, നമ്മൾ കേരളം അങ്ങനെ ഒരു പ്രദേശമല്ല, അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു. ഇവിടെ നമുക്ക് GST നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 15 ഡിജിറ്റുള്ള ഒരു നമ്പർ ആയിരിക്കും, ആ നമ്പർ കൊടുത്തു. ഇവിടെ നമുക്ക് പീരിയോഡിസിറ്റി ഓഫ് GSTR1 നമുക്ക് എങ്ങനെയാണ്, മന്ത്ലി വേണോ ക്വാർട്ടർലി വേണോ, ഏതിലേക്കാണെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ഇൻവേർഡ്സ്, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് കേരളയാണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ നമുക്ക് കേരള തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചോദിക്കും ഈ ഇൻവോയ്സിങ് ഡീറ്റെയിൽ. അപ്പോൾ ഈ ഇൻവോയ്സിങ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ നമ്മൾക്ക് യെസ് കൊടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്തത് ചോദിക്കും ഇവിടെ ഇ-വേ ബിൽ ഡീറ്റെയിൽസ്. നമ്മൾക്ക് ഇ-വേ ബിൽ നമ്മൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണോ. അപ്പോൾ ഇ-വേ ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 50,000 മുകളിലുള്ള ഗുഡ്സ് നമ്മൾക്ക് നമ്മളുടെ ഗോഡൗണിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ ഇ-വേ ബിൽ എന്താണ്, നമുക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾക്ക് അപ്ലിക്കബിൾ ഫ്രം, ഇത് എന്ന് മുതൽക്കാണ് അപ്ലിക്കബിൾ ആവുന്നത് ആ ഡേറ്റ് ചോദിക്കും. അതേപോലെ തന്നെ അപ്ലിക്കബിൾ ഫോർ ഇൻട്രാ സ്റ്റേറ്റിലേക്കും കൂടി അപ്ലിക്കബിൾ ആവണോ, വേണമെങ്കിൽ നമുക്കിവിടെ യെസ് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ ഇ-വേ ബില്ലും ഈ ഇൻവോയ്സിങ്ങും ഇതിനെല്ലാം കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സീരീസ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ അവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എന്താണ്, നമ്മളുടെ കമ്പനിയിൽ നമ്മൾ എന്താണ് GST നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ GST എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാം.
അപ്പോൾ ഇതേ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് മുകളിൽ കമ്പനി അടിച്ചു, ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എൻ്റർ അടിച്ച് പോകുന്നു. ഇവിടെ നമുക്ക് ടാക്സേഷൻ എന്നുള്ളതിൽ കാണിക്കും. അപ്പോൾ ഈ ഡീറ്റെയിൽസിൻ്റെ അവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ കാണുന്ന വിൻഡോ തന്നെയാണ് ഇവിടെ നമ്മൾക്ക് വരിക. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽസ് അടിച്ചു, ഇവിടെ നമുക്ക് ഈ വേബിൽ അപ്ലിക്കബിൾ യെസ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ അങ്ങനെ നമുക്ക് ഒരു കാര്യം ഇവിടെ ചോദിക്കും, സെറ്റ് ഓൾട്ടർ കമ്പനി GST റേറ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിനാ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു ടാക്സ് റേറ്റ് മാത്രമേ ഉള്ളൂ വിചാരിക്കുക. അപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ 5% മാത്രമേ ഡീൽ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അതായത് നമുക്ക് HSN കോഡ്, ഓരോ ഐറ്റത്തിനും ഓരോ കോഡ് ഉണ്ടായിരിക്കും. ഐറ്റത്തിനെല്ലാം ഒരു കോഡ് കൊടുത്തിട്ടാണ് GST ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ഇവിടെ നമുക്ക് ആ ഐറ്റത്തിൻ്റെ HSN കോഡ് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് GST റേറ്റ്, ഇവിടെ നമുക്ക് സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ കൊടുത്തു, ടാക്സബിൾ കൊടുത്തു. ഇപ്പോൾ 5% ആണെങ്കിൽ 5% കൊടുത്തു. പക്ഷേ ഇവിടെ നമുക്ക് ഒരു റേറ്റ് മാത്രമേ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേമിൽ മൾട്ടി GST റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുക, നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോ കൊടുക്കുക. ഇത് നമ്മൾ Ctrl+A അടിച്ച് സേവ് ചെയ്തു. ഇപ്പോൾ എന്താണ്, നമ്മളുടെ കമ്പനിയിൽ നമ്മൾ GST ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് GST വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.